വന്നിട്ടുള്ളതാണ്. ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ അതിന് ചോദിച്ചു വാങ്ങാം. ഇത് യൂത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എന്നിരുന്നാലും അത് നമ്മൾക്കെല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ളതാണ്. ക്രിസ്തലോ നമ്മൾ ഇതിൽ ഇംഗ്ലീഷിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലും കൂടി പ്രിൻ്റ് ചെയ്യാൻ നമുക്ക് അപേക്ഷിക്കാം. ഈ വചനം തന്നെ നമ്മൾക്കെപ്പോഴും നമ്മുടെ കൂടെയുള്ള വചനമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 8:12 ഈ വചനം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: When Jesus spoke again to the people, he said, I am the light of the world. Whoever follows me will never walk in darkness, but will have the light of life. അതാണ് മലയാളത്തിൽ ഇങ്ങനെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വായിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആകും. ആമേൻ. അപ്പോൾ നമ്മൾക്ക് ജീവൻ്റെ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവനെ അനുഗമിച്ചേ പറ്റൂ. അപ്പം നമ്മൾക്ക് അവനെന്നും അനുഗമിച്ചുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും ഏത് സമയത്തും ആ വെളിച്ചത്തിൽ നമുക്കിരിക്കാം. വെളിച്ചത്തിൽ ഇരിക്കുന്നവൻ്റെ കൂടെ നമുക്ക് നടക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വചനത്തിൽ കടക്കാം. നമ്മൾ പാടി ആരാധിച്ചു. കർത്താവിൻ്റെ ഉപസ്ഥിതി ഇവിടെയുണ്ട്. നമ്മളതിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ വെളിച്ചത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ ഇരുളായിരുന്നു, നമ്മൾ വെളിച്ചമായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആ വെളിച്ചത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ആ വെളിച്ചത്തിലേക്ക് വന്നവരാണ്, ആ വെളിച്ചത്തിലേക്ക് വിളിച്ചവരാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ വരാൻ പറ്റില്ല. ആ വെളിച്ചം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വരുവാനും നമ്മളിവിടെ കൂടിയിരിക്കാനും അതിന് കാരണമായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 1 യോഹന്നാൻ 1:5 നമ്മളോട് ഇങ്ങനെ പറയുന്നു: ദൈവ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവൻ, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല, അവൻ വെളിച്ചമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ വെളിച്ചത്തിൽ വസിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചത്തിൽ വസിക്കുമ്പോഴാണ് നമ്മളിൽ നന്മകൾ ഉണ്ടാകുന്നത്, നമ്മളിൽ സൗഖ്യം ഉണ്ടാകുന്നത്, നമ്മളിൽ ശക്തി ഉണ്ടാകുന്നത്, നമ്മൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ രാജ്യത്ത് നമ്മൾ നന്മയിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് അതിൻ്റെ 6 വായിക്കാം. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അപ്പോൾ നമ്മൾ അവനിലേക്ക് വന്നതിന് ശേഷം, വെളിച്ചത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പറയും നമുക്ക് കൂട്ടായ്മയുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതം ഇരുട്ടിലാണെങ്കിൽ നമുക്ക് നമുക്ക് തമ്മിൽ കൂട്ടായ്മയില്ല. അപ്പം നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിന്നെ വെളിച്ചം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പം അവൻ 7 വായിക്കാൻ നമുക്ക്: അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ചെണ്ടെങ്കിൽ അവൻ വെളിച്ചത്തിൽ ഇരിക്കുകയാണ്, നമ്മൾ നടക്കുന്നു വെളിച്ചത്തിൽ. അവനൊരു സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് അവൻ്റെ വെളിച്ചം ഈ സർവ്വ സൃഷ്ടിയും സർവ്വ ലോകത്തേക്കും അവൻ പകർന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആര് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുവോ അവൻ ഈ വെളിച്ചം അവൻ കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി, സകല പാപവും നമ്മളിൽ നിന്ന് പോക്കി, നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായും അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകുന്നു, അവൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു, അവൻ്റെ രക്തത്താൽ നമ്മളെ സൗഖ്യമാക്കുന്നു. പൂർണ്ണമായും നമ്മളെ അവൻ്റെ രക്തത്താൽ
നമ്മളെ പൂർണ്ണമായി നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചതുപോലെ പാമ്പിനെയും തെള്ളിനെയും ചവിട്ടുവാനുള്ള അധികാരം നമ്മൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുമ്പോഴാണ് അധികാരം നമ്മളിലേക്ക് പകരുന്നത്. ആ രക്തത്താൽ നമ്മൾ പൂർണ്ണമായും വിടുവിക്കുന്നത്. ആ രക്തത്തിൻ്റെ ശക്തിയാൽ നമ്മൾ നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മൾക്ക് കൂട്ടായ്മയുണ്ട്, ഇല്ലേ? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:8 നമ്മളോട് പറയുന്നു നമ്മൾ ആരായിരുന്നു. നമുക്ക് വായിക്കാം. കർത്താവിന് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ആദ്യം നമ്മൾ ആരായിരുന്നു? ഇരുട്ടായിരുന്നു. നമ്മൾ ഇവിടേക്ക് വരും, നമുക്കിത് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അലർജി ആയിരുന്നു, അല്ലേ? ഇപ്പൊ നമ്മൾ ആരാണ്? ഇപ്പൊ നമ്മൾ വെളിച്ചമായി മാറി, വെളിച്ചമായി മാറിയ മക്കളാണ്. ഹല്ലേലൂയ. അവർക്ക് മാത്രമേ ഈ കൂട്ടായ്മയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വെളിച്ചമായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 9 വായിക്കാം. അതിന്റെ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. കണ്ടോ? ഇതാണ് നമ്മളുടെ നടത്തം. നമ്മൾ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഹല്ലേലൂയ വെളിച്ചം വന്നു. കർത്താവിന് പ്രസാദമായത് നമ്മളുടെ ജീവിതം അതാണ്. എന്നർത്ഥം നമ്മൾ വചനം കേട്ടു, കർത്തദാസൻ പറഞ്ഞ പോലെ അവൻ്റെ ഹിതം എന്താണ് നമ്മൾ മനസ്സിലാക്കി. അവനിൽ നടക്കുന്നവരായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഇവിടെ പറയുന്നത് കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മുടെ നടപ്പ് എങ്ങനെയാണോ, നമ്മുടെ ജീവിതം എങ്ങനെയാണോ, നമ്മളുടെ വാക്കിലായാലും നമ്മുടെ പ്രവൃത്തിയിലായാലും നമ്മുടെ നോട്ടത്തിലായാലും നമ്മളെ ഏത് കാര്യത്തിലായാലും നമ്മൾ പരിശോധിക്കണം നമ്മളെ. ഹല്ലേലൂയ. അങ്ങനെ പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ആമേൻ. ഈ വെളിച്ചത്തിൽ നടക്കുന്നവരെ അവർക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കണ്ടുവരുന്നു, ഇല്ലേ? നമ്മളെ വെളിച്ചത്തിൽ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഏത് മനുഷ്യനെയും ബൈബിൾ പറയുന്നു, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ സുവിശേഷത്തിൽ നമ്മൾ 1:9 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കും. ഏത് വിധത്തിലുള്ള മനുഷ്യനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, പഠിപ്പില്ലവനായിക്കോട്ടെ, വലിയവനായിക്കോട്ടെ, കള്ളനായിക്കോട്ടെ, ഏത് വിധത്തിലുള്ള ആൾക്കാരായാലും പ്രകാശിക്കുവാനുള്ള ആ സത്യവെളിച്ചം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നിന്ന് കൊടുത്താൽ മതി, നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ആ സത്യവെളിച്ചം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാനുള്ള ആ സത്യവെളിച്ചം. ഹല്ലേലൂയ. നമ്മൾക്കിവിടെ പലവരും നമ്മൾ ബൈബിളിൽ നമ്മൾ കാണുന്നത് ആ വെളിച്ചം അങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്. അന്ന് 120 പേര് ആ മാളിക മുകളിൽ അവർ കൂടിയിരുന്നപ്പോൾ അതിൽ പല രൂപത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലേ? മുക്കന്മാരുണ്ടായിരുന്നു, പല രൂപത്തിലും പല സ്ഥലത്തുനിന്നും വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, പല ആളുകളുണ്ടായിരുന്നു. അതിനായി അവർ കാത്തിരുന്നു. ഇപ്പം നമ്മളിവിടെ അത്രയും ആൾക്കാർ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളിൽ അത്രയും ആൾക്കാർ തന്നെ അന്ന് ആ പറഞ്ഞ സംഗീതം ചിലർ വന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് അവര് വളരെ ആകാംക്ഷയോടെ, വളരെ പൂർണ്ണമായി, അവർ പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല. അവരങ്ങനെ കൂടിയിരുന്ന സമയത്താണ് വലിയൊരു ശബ്ദം ഇവിടെ ഉണ്ട്. ആ നാട്ടിലുള്ള ആ ഭാഗത്തുള്ളവരൊക്കെ ഓടിക്കൂടി എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2:3 വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാം, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തിന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. സ്തോത്രം. അവരിൽ ആ വെളിച്ചം, ആ അഗ്നി, ആ പിളർന്ന നാവുകളെ പോലുള്ള ആ മുറി മുഴുവൻ നിറഞ്ഞു, എല്ലാം നിറഞ്ഞു. എല്ലാവരിലേക്കും ആ വെളിച്ചം, ആ ജ്വാല, ആ അഗ്നി, ആ ജ്വാല അവരിലേക്ക് പതിഞ്ഞു. അവരെല്ലാവരും മാറി.
പഴയതുപോലെയല്ല. പിന്നെ നമ്മുടെ ജീവിതം മാറും. ദൈവത്തിന് ഇഷ്ടം പോലെ നമ്മളെ മാറ്റാൻ കഴിവുണ്ട്. ആ 120 പേരാണ് ഈ ലോകത്തെ മുഴുവനും മാറ്റിമറിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ പെന്തിക്കോസ് പെരുന്നാളിൻ്റെ ആ പെന്തിക്കോസ് ദിനത്തിൽ അവർ പ്രാപിച്ച ആ ശക്തി, ആ അഗ്നി അവരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവരിലുള്ള എല്ലാതും അവരുടെ പഴയ ദൈവത്തിന് ആവശ്യമില്ലാത്തൊക്കെ കരിഞ്ഞു പോയി. എല്ലാം അവിടെ ചാമ്പലായിപ്പോയി. ഹല്ലേലൂയ. അവർ പുതിയ മനുഷ്യരായി, പുതിയവരായി. അവർ ദൈവത്തിന് എന്ത് ചെയ്യണമെന്ന് ദൈവം തീരുമാനിക്കുന്നത് പോലെ ആയി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ തൃശ്ശൂർ പട്ടണം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളിലുണ്ട് അത്. ആ ശക്തി നമ്മളിലുണ്ട്, ആ വെളിച്ചം നമ്മളിലുണ്ട്. നമുക്ക് ഈ തൃശ്ശൂർ പട്ടണത്തെ നമുക്ക് പൂർണ്ണമായും ഈ അഗ്നിയെ നമുക്ക് പകരാം. ഹല്ലേലൂയ. അനേക ആത്മാക്കളുണ്ട്, നമുക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഇവിടെ ഓരോ ആത്മാക്കളെയും ഇവിടെ തെരഞ്ഞു വെച്ചിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞു വെച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. കർത്താവിലേക്ക് വരുവാൻ ഒരു വഴി നമ്മളാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വെളിച്ചം നമ്മളിലുണ്ട്. ഈ വെളിച്ചം അതിനെ പൂർണ്ണമായി എപ്പോഴും കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അത് ഏത് സമയത്തും അത് നമ്മളിൽ പ്രകാശിക്കണം. ആ ജീവൻ, ഹല്ലേലൂയ, കൃഷ്ണങ്ങൾ പറഞ്ഞ പോലെ ആ ജീവൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യരുടെ വെളിച്ചമാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആ വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ, ആ വെളിച്ചം നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മളുടെ പഴയ മനുഷ്യൻ ഇല്ലാതാവാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്തൃമേശയ്ക്ക് അതിന് യോഗ്യരാവാണ്. നമ്മളൊരു ശരീരമാണ്, ജീവനുള്ള കല്ലുകളാണ്. അങ്ങനെ നമ്മളിവിടെ മാറുകയാണ് ഉണ്ടാവുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെയാണ് ഏത് മനുഷ്യനെയും അല്ലെ മാറ്റുന്ന സത്യവെളിച്ചം. ഹല്ലേലൂയ. ആ പ്രകാശം തട്ടിയവർ എല്ലാവരും അവർ ഈ ലോകത്തെ മാറ്റിമറിച്ചു. നമുക്കറിയാം, ഉപദ്രവിക്കാൻ വരുന്ന പൗലോസ്, ദൈവമക്കളെ ഉപദ്രവിക്കാൻ, ദൈവത്തെ ഉപദ്രവിക്കാൻ വരുന്ന പൗലോസ് കുതിരപ്പുറത്ത് വളരെ ഉമ്മീദോടെ വരണം, എല്ലാവരും കളയണം, നശിക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവര് ശക്തിയാണ് അവിടെ ഉള്ളത്. ഹല്ലേലൂയ. ആ ശക്തിയാണ് അവിടെ എന്ത് സംഭവിച്ചു? ആ പ്രകാശം മൂടി. ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തിയിൽ 26:13 പറയുന്നത്, സൂര്യനേക്കാൾ കവിഞ്ഞൊരു വെളിച്ചം. എന്നാ സൂര്യൻ ഉണ്ടാക്കിയ വെളിച്ചം. ആമേൻ. സൂര്യനേക്കാൾ കവിഞ്ഞൊരു വെളിച്ചം അവന് മൂടി. അവനെ അവിടെ താഴ്ത്തി തട്ടിയിട്ടു. കണ്ണ് മഞ്ഞളിച്ചു പോയി. ഇതുപോലൊരു വെളിച്ചം കാണാതെ 2-3 ദിവസം അവൻ കാണാതെ ഉപവാസത്തോടെ ഒന്നും കഴിക്കാതെ ആ പ്രാർത്ഥനയിലിരുന്നു. ഉപദ്രവിക്കാൻ വന്നവൻ ഉപദ്രവം ഏറ്റെടുക്കാനായിട്ട് അവൻ സന്നദ്ധനായി, അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. അതാണ് ഈ വെളിച്ചം, അതാണ് ഈ ദൈവം. ആമേൻ. അപ്പോൾ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കാനുള്ള ആ സത്യവെളിച്ചം ഇന്ന് നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മളും അവരെ പ്രകാശിപ്പിക്കാനായിട്ട് നമ്മളിൽ ആ വെളിച്ചമുണ്ട്. നേരത്തെ നമ്മൾ വായിച്ച പോലെ അത് പരിശോധിച്ച് അവന് എന്താണ്, ഏത് യോഗ്യതയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, വചനത്തിൽ കൂടി നമ്മളെ കഴുകണം. വചനത്തിൽ കൂടി നമ്മൾ പൂർണ്ണമായും അതിൽ വളരണം. ഹല്ലേലൂയ. അതിൽ മാത്രമല്ല, നമ്മൾക്ക് നന്മയുണ്ട്, നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. തീ കണ്ടപ്പോൾ അന്വേഷിച്ച് വന്ന മോശയോട് പറഞ്ഞു, മോശയെ അടുക്കരുത്. ഹല്ലേലൂയ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളയുക. മോശ അതിശയിച്ചു. മുൾപടർപ്പ് കത്തുന്നു, പക്ഷേ വെന്തെരിയുന്നില്ല, ഭസ്മമാവുന്നില്ല. അതെന്താണെന്ന് അന്വേഷിക്കാൻ വന്നു. പക്ഷേ ദൈവം അവനെ ആകർഷിച്ചതാണ്. ദൈവത്തിന് വലിയൊരു കാര്യം ചെയ്യാനുണ്ട്, വലിയ കാര്യം. അതിനുശേഷം ആ മോശ അങ്ങനെ മാറിക്കഴിയാണ്. അവന് ഭയമായിരുന്നെങ്കിലും ദൈവം കൂടെ ഇരുന്നു. ആ വെളിച്ചം അവനിലേക്ക് പകർന്നു. ആ വെളിച്ചം അവനെ മാറ്റുകയാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിനുശേഷം ചെയ്തിട്ടുള്ള പല അതിശയങ്ങളും അവനിൽ കൂടി ചെയ്തിട്ടുള്ള അതിശയം, ദൈവം നമ്മളിൽ കൂടി അതിശയങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ അതിനായി നിന്ന് കൊടുത്താൽ മതി. നമ്മൾ കൈ നിർത്തി കഴിഞ്ഞാൽ, നമ്മൾ കൈ ദൈവത്തിൻ്റെ നാമത്തിൽ ഉയർത്തി കഴിഞ്ഞാൽ നമ്മളല്ല, ആ ദൈവമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ മോശ അവിടെ പൂർണ്ണമായും അത് ഏറ്റെടുത്തു. പിന്നെ മോശയെ ദൈവം
ഉപയോഗിക്കാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് നമ്മൾ യെശയ്യാവിൻ്റെ യെശയ്യ 6:5 തൊട്ട് നമുക്ക് വായിക്കാം, 7 വരെ. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളിലും ചിലപ്പോ നമുക്ക് തോന്നാം, ഇല്ലേ, കർത്താവേ ഞാൻ അതിന് യോഗ്യനല്ലല്ലോ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വെളിച്ചം, അവിടെ എന്താണ് ഉണ്ടായത്? ആ കൊടി കൊണ്ട് ആ തീക്കണൽ എടുത്ത് അവിടെ യെശയ്യാവിൻ്റെ ചുണ്ടുമ്മേ അവൻ്റെ ചുണ്ടുമെന്ന് തൊട്ടതുള്ളൂ. അപ്പം തന്നെ അവൻ ശുദ്ധമായി തീർന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതാ എൻ്റെ ആദരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ആമേൻ. നമ്മളെ വിളിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കി കർത്താവിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് കുറവുകളുണ്ട്, എനിക്ക് കുറവുണ്ട് കർത്താവേ. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കും, ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഞാൻ എല്ലാം ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ തീ ഒന്ന് തൊട്ടാൽ, ആ തീ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി മാറുവാൻ കർത്താവ് വഴികൾ ഒരുക്കിയിട്ടുണ്ട്. വചനാടിസ്ഥാനത്തിൽ നമ്മൾ അതിനായിട്ട് നമ്മൾ നീങ്ങുമ്പോൾ കർത്താവ് നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾക്ക് തരുമ്പോൾ, ഓരോ ദിവസത്തും ഓരോ സമയത്തും ഓരോ മണിക്കൂറിനും അതിന് വളരെ മൂല്യമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ഈ ലോകത്തിലുള്ള ജനത്തെ പോലെയല്ല. നമ്മളെ അവിടെ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. നമ്മൾ അവിടേക്ക് വിളിച്ചിരിക്കുകയാണ്. നമ്മളിരിക്കുന്നത് ആ വെളിച്ചത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണമായി അതിനായി ഒരുങ്ങേണ്ടവരാണ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദൈവം അഗ്നിയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, നമ്മളെ ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. യോഹന്നാൻ 5:35 പറയുന്നത് അവൻ ജ്വലിക്കുന്ന ജ്വാലയായ ഒരു വിളക്കാണെന്നാണ് അവർ പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പൂർണ്ണമായി അവൻ്റെ സന്നിധിയിൽ അവനായി നമ്മളെ വിളിച്ചു, അതിനായി നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതിന് അവൻ പൂർണ്ണമായിട്ട് നമ്മൾക്ക് പല വാഗ്ദാനങ്ങൾ അവൻ നൽകിയിട്ടുണ്ട്. പല വാഗ്ദാനങ്ങളിലും അവൻ നമുക്ക് നൽകിയ ആ വാഗ്ദാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ഉറച്ചതിൽ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ പൂർണ്ണമായി അങ്ങനെ ആക്കി തീർക്കും. നമ്മൾക്ക് വായിക്കാം യെശയ്യാവിൻ്റെ 60-ാം അധ്യായത്തിലെ 2-3 വായിക്കാം. സ്തോത്രം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ആമേൻ. സ്തോത്രം. അപ്പൊ നമ്മളെ എങ്ങനെയായിരുന്നു? നമ്മള് അന്ധകാരം ഭൂമിയെ മൂടുന്നത്, നമ്മൾ അന്ധകാരത്തിലായിരുന്നു. പക്ഷെ നമ്മൾ അവന്റെ അത്ഭുത ജ്യോതിയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുകയാണ്. സ്തോത്രം. അന്ധകാരത്തിനൊരു ശക്തിയുണ്ട്, അധികാരമുണ്ട് അന്ധകാരത്തിന്. അതിൽ പെട്ടുപോകരുത്. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇന്നും പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അന്ധകാരത്തിൽ പെട്ടിരുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും അവിടെ ഏൽക്കില്ല. പല രൂപത്തിലും പല മായയിലും പെട്ട് പല രൂപത്തിലും നശിച്ചു പോകുന്ന പല ആളുകളാണ് കൂടി വരുന്നത്. ഹല്ലേലൂയ. നമുക്ക് കേൾക്കാം, ഇല്ലേ, മയക്കുമരുന്നും മദ്യവും കൂടി വരുന്നതാണ്, അല്ലേ? എവിടെ നോക്കിയാലും അതാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് ഊരി വരാൻ പറ്റില്ല. പക്ഷേ നമ്മളെ കർത്താവായ ദൈവം കർത്താവിൽ കൂടി, യേശു ക്രിസ്തുവിൽ കൂടി നമ്മളെ ആ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്, അല്ലേ? അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം
1:13 വായിക്കാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിന്ന് വിടുവിച്ചോ തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നാണ് നമ്മൾ വിടുവിച്ചത്. ഭയങ്കര ഒരു അന്ധകാരത്തിന്റെ അധികാരം, അത് വളരെ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ദൈവം കാക്കുന്നു, നമ്മളെ ദൈവം, നമ്മുടെ മക്കളെ ദൈവം അതിൽ നിന്ന് വിടുവിക്കുന്നു. ഈ മായിൽ പെട്ടുപോകാതെ ദൈവം നമ്മളെ കാക്കുന്നു, നമ്മളെ കുടുംബത്തെ കാക്കുന്നു. നമ്മളിൽ എല്ലാവരിലും അതുണ്ടായിരുന്നു. ആദ്യം നമ്മൾ അതിൻ്റെ അടിമകളായിരുന്നു. പക്ഷേ നമ്മളെ അവൻ വിടുവിച്ചു. പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മളെ വിടുവിച്ചു ആ പുത്രത്തിന്റെ രാജ്യത്തിലാക്കി. ആ രാജ്യത്തിലാണ് നമ്മൾ വസിക്കുന്നത്, ആ രാജ്യത്തിലാണ് നമ്മൾ നടക്കുന്നത്, ആ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവന് വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നമ്മൾക്ക് ചെയ്തു പോരേണ്ട പല കാര്യങ്ങളും മുന്നേ അത് ചെയ്തു നിവർത്തി വെച്ച് അതിനായിട്ട് ഒരുക്കി വെച്ചിരിക്കാമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാൻ വേണമെങ്കിൽ ആ വചനം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:10 സ്തോത്രം. 17 വായിച്ചു. 10. അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുകയാണ്. അത് നമ്മൾക്കിപ്പോൾ ചെയ്ത് തീർക്കേണ്ട കാര്യം അത് മുന്നേ ഒരുക്കിയിരുന്നു. നമുക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അലർജി ആയിരുന്നു. പക്ഷേ നമ്മൾ സാധാരണക്കാരെല്ലാം നമ്മൾക്കിപ്പോൾ മനസ്സിലായി. സ്തോത്രം. അപ്പം നമ്മൾ അത് ചെയ്യുവാനായിട്ട് അത് മുന്നേ അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അത് ഭോഷത്വമാണ്, അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് അറിയാത്തതിനൊരു കാരണമുണ്ട് അവിടെ. അല്ലെങ്കിൽ നമുക്ക് വായിക്കാം കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 1 കൊറിന്ത്യർ 2 അധ്യായത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. അതിൻ്റെ 7 വായിക്കാം. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ അത് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇതാണ് ഇപ്പൊ നമ്മൾക്ക് വെളിവായി കിട്ടിയിരിക്കുന്നത്, ആ മർമ്മം. ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ ഈ മർമ്മം കെടുക്കുന്നുണ്ടായിരുന്നു നമ്മൾക്ക് വേണ്ടിയിട്ട്. സ്തോത്രം. അത് നമ്മൾക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഇത് മനസ്സിലാക്കി തരുന്നത്. ദൈവത്തെ പറ്റി അറിയുന്നതും നമുക്ക് മറ്റുള്ളവരോട് പറയുവാനായിട്ട് ആ മർമ്മം നമ്മൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയതായിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി നമ്മൾ ഇപ്പോൾ ഇവിടെ പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾക്ക് എല്ലാവർക്കും തന്നത് ഇത് പുറമുള്ള എന്താ പറയാ ഇവിടെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 വായിക്കും. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മർമ്മം അവർക്ക് വെളിവായി കിട്ടിട്ടില്ല. അതാണ് 9 പറയുന്നത് ഇവിടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള കാര്യം നമുക്ക് തുടർന്ന് വായിക്കാം. എന്നെഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഇതാണ് നമ്മള്. സ്തോത്രം. നമ്മളെ ദൈവം വിളിച്ചെങ്ങനെ ആക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൽ കൂടി നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരാളുടെ ഹൃദയത്തിലും തോന്നാത്ത കാര്യങ്ങളാണ് ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അതിനായി നമ്മൾക്ക് വേണ്ടി രക്തമൊഴുക്കിയിട്ടുണ്ട്. നമ്മൾ വെറുതെ അല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ ഓരോ തുള്ളി രക്തവും അതിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു വാഗ്ദത്തം തന്നിരിക്കുന്നുണ്ട്. അതല്ലേ നമ്മൾ വായിച്ചത്?
യെശയ്യാവിൻ്റെ 60-ാം അധ്യായത്തിൽ 2-3 നമ്മളിവിടെ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടു ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ആമേൻ. സ്തോത്രം, സ്തോത്രം. അനേകര് നമ്മളിലേക്ക് ദൈവം ആകർഷിക്കാൻ നമ്മളെ നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ഈ വാക്തത്വം നമ്മളിലുണ്ട്. ഹല്ലേലൂയ. ആ വാക്തത്വത്തിനായിട്ട് നമ്മൾക്ക് ഒരുങ്ങാം. അതിന്റെ 1 വായിക്കുമ്പോ എന്താ പറയുന്നേ? എഴുന്നേറ്റു പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. നമ്മളുടെ മുന്നിൽ. സ്തോത്രം. നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മള് ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യേണ്ടവരാണ്. നമുക്ക് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ വിളിച്ചിരിക്കുന്നു. അന്ന് 120 പേര് അവിടെ കൂടിയിരുന്നപ്പോൾ പല സ്ഥലത്തുനിന്നും വന്ന് അവര് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിൽ കർത്താവിൻ്റെ അഗ്നി അവരിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിലും അതുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ നമ്മളെ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.